നിങ്ങളുടെ ഭർത്താവിന് അറിയാം, നിങ്ങളുടെ വീട്ടുകാർക്ക്? അത് എൻ്റെ ഭർത്താവിനെ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന ഭർത്താവ് കൂടി ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം കാണിക്കുന്നത്. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്നെ സമാധാനപ്പെടുത്തും. പോട്ട് സാരമില്ല, ഒന്നും പറയണ്ട, വഴക്ക് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് എന്നെ സമാധാനപ്പെടുത്തും. എന്തായാലും അദ്ദേഹം മോശം പ്രവൃത്തികളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ചോദിക്കാനില്ല എന്നൊരു ധൈര്യമുണ്ട് പുള്ളിക്ക്. എന്തോ ചെയ്താലും. എന്നിട്ട് ഇതിൻ്റെ കൂടെ പോയിട്ട് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ അടുത്തും, രണ്ടാമത്തെ ഏറ്റവും മൂത്ത നാത്തൂൻ്റെ അടുത്താണ് കൂടുതലും പരാതി. എനിക്ക് സംശയമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വരുത്തുന്നത്. അങ്ങനെ ഒരുപാട് ഇത് ഞാൻ അറിയുന്നില്ല. ഈ ആദ്യം ഇത്രയും കാലമായിട്ടും ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഈ ചാനൽ മൂലം അവരറിയത്തുള്ളൂ ഈ വിവരങ്ങളൊക്കെ, അല്ലാതെ അവരാരും അറിയത്തില്ല. പക്ഷെ എന്തെങ്കിലും നിങ്ങൾ പറയുമോ? ഇനി പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് എനിക്ക് സംശയമാണ്. ഞാൻ എന്ത് ചെയ്താലും സംശയം. എനിക്ക് ഭയങ്കര ദേഷ്യ. പിന്നെ എന്നിട്ട് പോയി പറയും ഞാൻ ഇഷ്ടംപോലെ തയ്ക്കുന്നുണ്ട്, പുള്ളിക്ക് ടാക്സ് കെട്ടുന്ന ശമ്പളമുണ്ട്, ഇത്രയെല്ലാം ശമ്പളം ഉണ്ടെങ്കിലും ഞാനൊന്നും കൊടുക്കുന്നില്ല. അവിടെ നാട്ടിൽ പോകണമെങ്കിൽ ഞാൻ ഈ പുള്ളി അറിയാതെ ചിലപ്പോൾ എൻ്റെ അടുത്ത ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവരെടുത്ത് ചിട്ടിക്ക് വെക്കും. 100-ൻ്റെ 200-ൻ്റെ ഒക്കെ ചിട്ടിക്ക് വെക്കും. അത് 3 മാസം ആകുമ്പോഴത്തേക്ക് എനിക്കൊരുമാതിരി മനസ്സിന് പേടി വരുമോ, പുള്ളി അറിയാതല്ലയോ ചെയ്യുന്നത്, തെറ്റല്ലയോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെടുത്ത് പറയും. അപ്പോൾ ഇത് അന്നേരം നേരം എടുത്തിട്ട് പറയും, ഓ ചുറ്റിക്ക് കെട്ടിയിരിക്കുക, തയ്ക്കണേ, ചുറ്റി പൈസ നഷ്ടപ്പെടും, ഉള്ളതൂടെ നഷ്ടപ്പെടും. അതിന് അങ്ങനെ പേടിപ്പിച്ച് ഇയാൾ അടുക്കളയിലൊന്നും ചെയ്യണ്ട, അങ്ങ് തയ്ച്ചോ. എപ്പോഴും ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നാൽ മതി. ഒരു പനി വന്നാൽ ഓടിക്കൊണ്ടുപോയി പ്രൈവറ്റിൽ കാണിച്ച് നല്ല മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഡോക്ടറെ അടുത്ത് തന്നെ പുള്ളി തന്നെ ഇരുന്ന കാര്യങ്ങൾ പറയും. വീട്ടിൽ വന്ന് കാപ്പി ചായ കഞ്ഞി എല്ലാം ഇട്ട് വന്നങ്ങ് സുഖമാവും. എന്നിട്ട് പറയും, അയ്യോ ഇയാളിങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റത്തില്ല, ഇയാൾ എപ്പോഴും അങ്ങ് തയ്ച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പ, അത് കണ്ടാൽ സമാധാനമാണ്. എൻ്റെ അടുത്ത് പറയുന്നതാ ആ തയ്യൽ ഭാര്യ വർക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ ആ പൈസ ഒന്നും എനിക്ക് കരുതാൻ പറ്റുന്നില്ലല്ലേ. 5 പൈസ ഞാൻ ചിട്ടിക്ക് കൊടുക്കട്ടെ, ചിട്ടിക്ക് കൊടുത്തിട്ടുള്ള പൈസ അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെ ഏതെങ്കിലും ഇപ്പം എന്തോ ചെയ്യാനാ, പൈസ ഇല്ലല്ലേ, ഇടയിലും കാണാൻ വല്ലതും ഉണ്ടോ, ചേട്ടാ ഇന്നതുപോലെ ഇന്ന പൈസ ഉണ്ട്, ആ ശരി അതെടുത്തോണ്ടോ. നാട്ടിൽ വരുമ്പോഴെല്ലാം അതേപോലുള്ള പൈസ എടുത്തോണ്ടോ എന്നാ നാട്ടിൽ വരുന്നത്. ഓരോ കാര്യത്തിനും ആ പൈസ അദ്ദേഹത്തിന്റെ പൈസയൊക്കെ അതെനിക്കറിഞ്ഞൂടാ. വീട്ടിൽ ഇച്ചിരിയൊക്കെ 5 കിലോ അരി കൂടുതൽ മേടിച്ചിട്ടില്ല. 5 കിലോ അരി സാധനം മേടിക്കും. ആദ്യമൊക്കെ ഇച്ചിരി എന്തെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ടേ അമ്മക്ക് ഒരു 500-1000 രൂപയ്ക്കകത്ത് ഒരു മാസത്തെ ചിലവും കഴിയും. അല്ലാതെ പൈസ അമ്മക്ക് അധികം ഒന്നും ചിലവാകത്തില്ല. പിന്നെ എൻ്റെ മക്കളുടെ 2 പ്രസവത്തിനും 5 പൈസയും ചിലവായിട്ടില്ല. നോർമൽ പ്രസവമായിരുന്നു, ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. എൻ്റെ മോന് ഇച്ചിരി സീരിയസ് പ്രസവത്തിന് എൻ്റെ കൂടെ ഇല്ലായിരുന്നു പുള്ളി. പക്ഷെ ബാക്കിയുള്ള ദാമ്പത്യ ജീവിതത്തിലൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഭയവും കാര്യങ്ങളും പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, വേറെ അടിയും പിടിയൊന്നും ഇല്ല. ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള ഒരു പേടി ഇതിന് എന്തുകൊണ്ട്. അപ്പോൾ അതേപോലെ യാത്ര ചെയ്താൽ തന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന ആള് ചിലപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും മയങ്ങി പോകല്ലേ, മയങ്ങി ഉണർന്നു കഴിയുമ്പോൾ ആള് കാണത്തില്ല അടുത്ത്. അപ്പോൾ നോക്കുമ്പോൾ വേറെ ആരെങ്കിലും പെണ്ണുങ്ങൾ ഇവിടെ കാണും, ഇവിടെ ഇരിക്കണം, അതിൻ്റെ അപ്പുറത്ത് അങ്ങേര് അവരെ ചാരി അങ്ങനെ നിൽക്കും. എന്തോ എനിക്കറിയാൻ വയ്യ. ആ പെണ്ണുങ്ങൾ എവിടുന്ന് വരുന്നു പെട്ടെന്ന്? അത് ട്രെയിനകത്തെന്നുള്ളതായിരിക്കും. ഞാൻ മയങ്ങിപ്പോൾ ട്രെയിനകത്ത് എത്രയോ ആൾക്കാർ വരികയും പോയി ഇടിക്കുകയൊക്കെ ചെയ്യും. ഇയാൾ ചാരുമ്പോൾ അവരൊന്നും പറയത്തില്ല? എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണേന്ന്. ഒരുപാട് സംഭവം. അമ്പലത്തിൽ പോയാൽ സമാധാനമായിട്ട് തൊഴാൻ പറ്റത്തില്ല. ഒരുപാട് സംഭവങ്ങളായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ അവിടെ ഒരു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അദ്ദേഹം പ്ലാൻ ചെയ്തൊരു സ്ത്രീയെ അല്ല, പ്ലാൻ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഇതിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീയെ ഇങ്ങനെ ചാരി, അപ്പൊ അവര് മിണ്ടായിരിക്കുന്നു. അമ്പലത്തിൽ ചെല്ലുമ്പോ ഒരു സ്ത്രീയെ ഇങ്ങനെ അല്ല, തോണ്ടുന്നതല്ല. എന്ന് വെച്ചാൽ ആ പുള്ളിയുടെ പ്രവൃത്തി അത് നമുക്ക് കുറച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിൽ പെരുമാറും. അതേ രീതിയിലുള്ളതാണ്. അപ്പൊ ഈ ഇരിക്കുന്ന സ്ത്രീകളിൽ ഏതെങ്കിലും പെശകനെ അദ്ദേഹം കണ്ടുപിടിക്കുന്നു എന്തേലും? അത് എല്ലാവരുടെ അടുത്തും ഇല്ല. ചില സ്ത്രീകളുടെ അടുത്ത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം എൻ്റെ മോളെ LKG പഠിക്കുന്ന സമയത്തിന് ഈ പുള്ളിക്കാരുടെ പെങ്ങളൊന്ന് വന്നു. പെങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ അമ്മ മരിച്ചതിന് ശേഷം പെങ്ങളുടെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അന്നേരം അവരുടെ അനിയൻ്റെ ഭാര്യ, അനിയൻ പേർഷ്യ പോയിട്ടുണ്ട്, പെങ്ങളുടെ ഭർത്താവും പേർഷ്യയിലായിരുന്നു. അപ്പോൾ ഇവർ നാട്ടിൽ വന്നപ്പോഴാണ് ചാക്കാലായത്, അനിയനില്ലായിരുന്നു. അപ്പോൾ ഇവർ തങ്ങളെത്താൻ ചേരത്തില്ല. ഈ പെങ്ങന്മാരെ 2 പേര്, രണ്ടാമത്തെ പെങ്ങള് ഭർത്താവ് മരിച്ച് ഇവരുടെ കൂടെ തന്നെ. പിന്നെ ഏറ്റവും ഇളയ പെങ്ങളെ കൊല്ലത്തെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്, അത് ഭർത്താവ് പേർഷ്യയില. ഈ പെങ്ങളെയും കൂടെ ഇവിടെ താമസിക്കുന്നത്, തള്ളയുടെ കൂടെ തന്നെ താമസിക്കുന്നത്. അപ്പം പെങ്ങന്മാർ 2 പേരും അനിയൻ്റെ ഭാര്യയും അവിടെ. അനിയനും ഒരു പെങ്ങളുടെ ഭർത്താവും നാട്ടിലില്ല. ഇവർ തങ്ങളെത്താൻ ഒരു പൊടിയും ചേരത്തില്ല, എന്നും വഴക്കും വെക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ചാക്കാലയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ അമ്മയുടെ ചാക്കാലയ്ക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ പെങ്ങളുടെ ഭർത്താവ് ഞാൻ കിണറ്റിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബേബി ഒന്നും എൻ്റെ ഭാര്യയെ നോക്കാൻ ആരുമില്ല, എന്തോ ചെയ്യാൻ, എപ്പോഴും ഇവർ തങ്ങളെത്താൻ വഴക്കായി, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കവിടെ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ അവിടെ ഉള്ളത്, ഞാൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് പെങ്ങളെ ഒരു കൊച്ചിനെയും ഞാൻ
കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ ചേർത്ത് 2 വർഷം അവിടെ പഠിപ്പിച്ചു. ആ 2 വർഷം ഒരുപാട് ഞാൻ അനുഭവിച്ചു. യഥാർത്ഥ ജീവിതം എന്തുവാന്നും കുടുംബ വഴക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അനുഭവിച്ചു. അവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ തങ്ങളത്തെ സംസാരിക്കാൻ വിടത്തില്ല. ആ പെങ്ങള് എന്തെങ്കിലും ഞങ്ങൾ സംസാരിക്കും. ഇപ്പം പുള്ളിക്ക് ഫസ്റ്റ് ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റ് ഇങ്ങനെ ഉണ്ട്. ആ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി സെക്കൻഡ് കഴിഞ്ഞിട്ട് വരുന്ന 11 മണിക്കൊക്കെയാണ്. പിന്നെ നൈറ്റിന് പോകണമെങ്കിൽ 10:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. അങ്ങനെയൊക്കെയുള്ള ആ ഷിഫ്റ്റ് സമയത്തിന് വരുമ്പോൾ ഉണ്ടല്ലേ ഞങ്ങൾ തങ്ങളെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ നല്ലോണം ഞങ്ങളുടെ കൂടെ അത്താഴം കൊണ്ടുകൊണ്ടിരിക്കുന്ന പെണ്ണ് രാവിലെ എഴുന്നേറ്റ് പിന്നെ വരത്തില്ല, അടുക്കളയിലോട്ട് വരത്തില്ല, ചായ കുടിക്കാൻ വരത്തില്ല, ഞങ്ങളടുത്ത് സംസാരിക്കത്തില്ല, ഒരു വക കഴിക്കത്തില്ല, അതിനകത്ത് തന്നെ കിടന്നേക്കും, ബെഡ്റൂമിനകത്ത് തന്നെ കിടന്നേക്കും. ഇത് ഇങ്ങനെ കണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവൾക്ക് പിടിക്കുന്നില്ല. എൻ്റെ മക്കളെ ഒരു പൊടി പോലും അടിക്കത്തും വഴക്കുറയത്തും ഒന്നുമില്ലായിരുന്നു. അവൾ വന്നതിന് ശേഷം ഓരോരോ കുറ്റങ്ങൾ അവിടെ ഈ കൊച്ചുങ്ങടുത്ത് ഈ എൻ്റെ മോൻ കുരുത്തക്കേട് ചെയ്തെന്നും പറഞ്ഞു അന്ന് തൊട്ട് അടി തുടങ്ങി. പിടിച്ച് വലിച്ചഴച്ച് എങ്ങനെല്ലാം ഉപദ്രവിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ തുടങ്ങി കുഞ്ഞുങ്ങളെ. അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ അവസാനം അവിടെ താമസിക്കുന്ന സമയത്ത് അവരുടെ ഭർത്താവ് പേർഷ്യയിലാണ്. വന്നിട്ടില്ല. അവിടെ ലെറ്റർ അയക്കും, വന്നിട്ടില്ല. ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയ ആളാണ്. പിന്നെ എന്നിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ അച്ഛനും മരിച്ചു. അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നാട്ടിൽ വന്നേ. മരിപ്പിന് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചു പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ട് നേരം വെളുത്തെണീറ്റ് പുള്ളി മോർണിംഗ് ഷിഫ്റ്റ് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ പെങ്ങളുടെ മുമ്പ് ഫ്രണ്ടിലത്തെ മുറിയിലിരുന്ന് ഇങ്ങനെ കസേരയിൽ തന്നെ അങ്ങ് ഇരിക്കുക. 8 മണിയായി 9 മണിയായിട്ട് ഇവിടെ എഴുന്നേറ്റ് വരുന്നില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നു. അപ്പം ഞാൻ വിചാരിച്ചില്ല അച്ഛനും അമ്മയും മരിച്ചില്ലയോ, അതിൻ്റെ വിഷമമായിരിക്കും ചൊല്ലി ഞാൻ ചെന്ന് എന്തായാലും ഇല്ല ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം കാണാം അയ്യോ ഈ അണ്ണൻ ശരിയല്ല, ഈ അണ്ണൻ നല്ല അണ്ണനൊന്നും അല്ല, കൊള്ളാത്തണ്ണനാ. ഞാൻ ചോദിച്ചു അതെന്തുവാ അണ്ണൻ്റെ കാര്യം പറയുന്നത് എന്തിനാ? അത് ഇയാൾക്കറിയത്തില്ല, ഇയാൾ എങ്ങനെയുള്ളതാണെന്ന് ഇയാൾക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു എന്തോ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം ഇവക്ക് പറയാനൊരു മടി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ, ഇയാൾ അണ്ണൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലേ, അതുകൊണ്ട് എന്തോ കാരണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞേ അത് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ കാണാൻ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. നീ എന്തോടെ ആങ്ങളയല്ലേ, ആങ്ങളമാർ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ കാണാൻ ഇവളത് കാണിച്ച് എന്നെ എന്തോ ചെയ്തതെന്ന് കാണിച്ചു തന്നു. അപ്പൊ എനിക്ക് ഒരുമാതിരി അവള് അത് കാണിച്ചു തന്നു ഇങ്ങനെ ചെയ്തേന്നോ. എനിക്കത് ഒരുമാതിരി വല്ലാത്ത ഷോക്കായിപ്പോയി. ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല നീ ഒരു കാരണവശാലും അങ്ങനെ പെങ്ങന്മാരെ അതേ രീതിയിൽ ചെയ്യത്തില്ല, ഒരു കാരണവശാലും ചെയ്യത്തില്ല. നിനക്ക് എങ്ങനെയോ സ്വപ്നത്തിലെങ്ങാണോ ആയതായിരിക്കും. അതല്ലെങ്കിൽ അവള് ബെഡ്റൂമിൽ ഇങ്ങനെ നീളത്തെയുള്ള റൂമാണ്, ഔട്ട് ഹൗസ് അതൊക്കെ. അപ്പം ഒരു കട്ടിലിട്ട് ഇങ്ങനെ ഒരു ഓണി പോലെ 2 പേർക്ക് കിടക്കാനുള്ളത്. അപ്പം അവള് കട്ടിലേ അവളും മോളും കിടക്കും, ഞാനിങ്ങനെ താഴെ എൻ്റെ മക്കളും ഞാനുമായിട്ട് കിടക്കും. ഫ്രണ്ടിലൊരു ചെറിയൊരു റൂമിനകത്ത് പുള്ളിക്കാരനെ വിടുക്കും. അപ്പം ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോകണം. അപ്പോൾ പോയ വഴിക്ക് തട്ടിയതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അല്ല അങ്ങനൊന്നും അല്ല, വേണമെന്നും ചെയ്തതെന്നും പറഞ്ഞിട്ട് ഇവള് പറഞ്ഞു. എനിക്കതൊരുമാതിരി വല്ലാത്ത ഷോക്കായിപ്പോയി. പുള്ളി അങ്ങ് ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു. എനിക്കത് ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് ചോദിച്ചോ ഭർത്താവിനോട്? അത് അന്നേരം ചോദിച്ചില്ല. ഹൃദയത്തിൽ പുള്ളി ഇല്ലല്ലോ അവിടെ. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എനിക്ക് മനസ്സിലിങ്ങനെ വരാൻ കാരണം വെച്ചാൽ ഒരുപാട് ഞാൻ അനുഭവങ്ങൾ കാണുന്നുണ്ട്, മറ്റ് സ്ത്രീകളുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു മനസ്സിലൊരു ഫീലിംഗ് ഉണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ സത്യം ആയിരിക്കും ചൊല്ലി. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ആഹാരം പോലും കഴിച്ചില്ല അന്ന് തൊട്ട്. ഉമിനീര് പോലും ഇറക്കില്ല 4 ദിവസം. 2 പേർക്ക് ഇവളും വെള്ളം വരുന്ന ഉടനെ എൻ്റെ അടുത്ത് വെള്ളം വന്ന് പിള്ളേരെ കുളിപ്പീര് ജോലിയെല്ലാം 5 മണിക്ക് എണീക്കുന്ന ഞാൻ. ഒരു ലാട്ട് തുണിയുണ്ട്, ഒരുപാട് തുണിയുണ്ട് ആ തയ്ക്കാനുള്ള, പുറത്ത് തയ്ക്കാനുള്ള. ആ തുണിയും തയ്ക്കും, ഇവരുടെ എല്ലാ ജോലിയും പാചകവും ചെയ്തു കൊടുക്കും, പിന്നെ ഈ പിള്ളേരെ കുളിപ്പിപ്പ് എല്ലാ ജോലിയും എനിക്ക്. രാത്രി 12 മണിയാവും ഞാൻ കിടക്കാനാണ്. അന്നേരം ഇവളും പിന്നെ അവർ 2 പേരും ഒന്നിച്ചിരുന്ന് ചോറുണ്ണത്തില്ല. അവളും മക്കൾക്കും കൂടെ ഒന്നിച്ച് കൊടുക്കും. പിന്നെ പുള്ളി വരുമ്പം ചോറ് ഞാൻ വേറെ കൊടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇയാൾ ചോറുണ്ടോ? ഞാൻ അവരുടെ കൂടെ കഴിച്ച്. അപ്പോൾ ഇവൾ ഒരു ദിവസം അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന വാതിലുള്ള റൂമുകളല്ല ഒന്നും. പുള്ളിയുടെ കൂടെ ഇരുന്ന് ഞാൻ ചോറുണ്ണുന്നില്ല എന്നുള്ളത് അവൾക്കറിയാം. അവളെന്നെങ്കിൽ ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല ഇയാൾ ചോറിനിടെ എന്തായാലും ഇത് കഴിഞ്ഞില്ല, അണ്ണൻ്റെ അടുത്ത് ഇയാൾ കള്ളവല്ലേ പറയുന്നത്, ഇയാൾ ആഹാരം കഴിച്ചില്ലല്ലോ എന്ന് ഒരു ദിവസം പോലും അവൾ ചോദിച്ചിട്ടില്ല. അവൾ വിളമ്പി കൊടുക്കുമ്പോൾ അവൾ ആഹാരം കഴിക്കുന്നു, 3 നേരം ആഹാരം കഴിക്കുന്നു, അവൾ ഓടി നടക്കുന്നു, അവൾ കിടന്നുറങ്ങുന്നു, ഉറക്കം തന്നെ കൂടുതൽ. എന്നിട്ട് പുള്ളിയും വിളിച്ചില്ല. പുള്ളി എൻ്റെ അടുത്ത് പറയും ആഹാരം കഴിച്ചാൽ ഞാൻ അവരുടെ കൂടെ കഴിച്ചെന്ന് പറയും. അങ്ങനെയായിട്ട് 4 ദിവസം വരെ ഉമിനീര് പോലും ഇറക്കാതിരുന്ന് 4ാമത്തെ ദിവസം തുണി കഴുകിയിട്ടിട്ട് ഞാനങ്ങ് കുഴഞ്ഞ് അവിടെ വന്നങ്ങ് ഇരുന്ന് അവിടെ ഇരുന്ന്
ഇരുന്നുടനെ 3 മണി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയം ആരാണ്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ വന്ന് തോളെ കൈ വെച്ച്. അപ്പോഴത്തേക്ക് ഞാനങ്ങ് ഓർമ്മ കെട്ടങ്ങ് വീണ്. അപ്പോൾ പുള്ളിയായിരുന്നു വന്ന് എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചതാ. പകുതിയെ ഞാൻ കേട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഓർമ്മ കേട്ടു. ഇവിടുന്ന് എടുത്ത് അകത്ത് കൊണ്ടുവന്നു. അകത്ത് കൊണ്ടുപോകും പുള്ളി പേടിച്ചിട്ട് ഇയാൾ എന്തോ ആഹാരം കഴിക്കുന്നില്ല, എന്തോ ഇവിടെ നടക്കുന്ന ആഹാരം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് പാത്രത്തിൽ ചോറിട്ട് വിളമ്പി എനിക്ക് വാരി തന്നു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ണങ്ങ് അടച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മുഖം കാണണ്ടെന്ന് പറഞ്ഞു. അയ്യോ അല്ല കണ്ണ് തുറക്കുമുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ട് ഒരുപാട് ഇതാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോ ഇതൊക്കെ ചെയ്യുന്നത്, ഇതേപോലെ ലീലയുടെ കാര്യം ഇതേ രീതിയിൽ ഞാനത് പറഞ്ഞു. അപ്പോൾ കാണാം ഇല്ലപ്പ ഞാൻ ഒന്നും ചെയ്തില്ലപ്പോൾ ഒരു കരച്ചിലും ബഹളവും ഒക്കെ നടത്തി. അവക്കളുടെ അടുത്ത് പോയി പറഞ്ഞ് നോക്കട്ടെ നിൻ്റെ അടുത്ത് വല്ലതും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ബഹളം കാണിച്ചിട്ട് പിന്നെ എല്ലാവരും അങ്ങ് ചുമ്മാതായി. ഇത്രയും അവിടെ ചുമ്മാതായതിനു ശേഷം എനിക്കിതങ്ങ് മനസ്സിലങ്ങ് കൊണ്ട് എനിക്ക് തലവേദന തുടങ്ങി. ഭയങ്കര തലവേദന വെച്ചാൽ എനിക്ക് പൊതുവേ ഉറക്കമില്ല. രാത്രിയിലൊക്കെ കിടന്നിട്ട് ഉറക്കമില്ല. അംബിക, അതിനകത്തൊരു സംശയം, ഈ സ്ത്രീക്ക് പൊതുവേ നിങ്ങൾ തങ്ങളിൽ അടുപ്പം ഇല്ല ആണ് എന്നുള്ളതിൽ അവർക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീ പറഞ്ഞത് എങ്ങ് സത്യമായിരിക്കുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? ഇവള് കാണിച്ചു പറഞ്ഞില്ലേ. അവള് വിശ്വസിക്കുന്നതല്ല ഞാൻ, അങ്ങനെ ആരടുത്തും പറഞ്ഞതുമല്ല. ഇത് കേക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇവളിങ്ങനെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കാണിച്ച് ഇതാക്കി. അപ്പൊ എനിക്ക് തന്നെ ചിലപ്പോ ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഞാൻ ആഹാരം കഴിക്കാതെ അങ്ങനെ 4 ദിവസം നിങ്ങൾ ആഹാരം കഴിക്കാതെ നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്കറിയാം ആ സ്ത്രീക്ക് നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾ അടുത്ത് ഇടപഴകുന്നതിൽ ആ സ്ത്രീ അസ്വസ്ഥയാണ്. അങ്ങനെ ഒരു സ്ത്രീ ഒരു സ്വന്തം ആങ്ങളെ കുറിച്ച് ഒരു പെങ്ങൾ ഇത് സംഭവിച്ചാൽ പോലും അവരുടെ ഭാര്യയോട് പറയാൻ പാടില്ല. ഒരു മര്യാദക്കുള്ള സ്ത്രീ പറയാൻ പാടില്ല. പക്ഷെ അവര് പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞപ്പോ അവരുടെ ഈ ഒരു അസുഖത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലെന്ന് പറഞ്ഞാല് എനിക്കെന്ന് പറഞ്ഞാല് പൊതുവെ പുള്ളിയുടെ സ്വഭാവത്തിൽ എനിക്കറിയാം. അല്ല, പൊതുവേ നമ്മളിപ്പോ അന്യ സ്ത്രീകളായിട്ട് പെരുമാറുന്നത് പോട്ടെ, പക്ഷെ സഹോദരി, അമ്മ, മകൾ എന്നൊക്കെ പറയുന്ന വേറൊരു ബന്ധമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സഹോദരി അല്ലാത്ത രീതിയിലുള്ള കുഴപ്പമില്ല. ഇതിപ്പോ ഇങ്ങനെ സ്വന്തം ആങ്ങളെയും ഭാര്യയും തമ്മിൽ അടുത്തിടപഴകുന്ന ഇഷ്ടമില്ലാത്തൊരു സഹോദരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞുകൂടാത്തൊരു അപവാദം പറഞ്ഞപ്പോ എന്തായാലും ഭർത്താവ് വരട്ടെ, നമുക്ക് ചോദിക്കാമെന്ന് നിങ്ങൾക്കൊരു ക്ഷമ ഉണ്ടാവായിരുന്നു. അത്രയും ക്ഷമ എനിക്ക് അദ്ദേഹത്തിന് അത് മനസ്സിലായി. നിങ്ങൾ ആഹാരം കഴിച്ചില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് വന്ന് ചോറ് വാരി തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവരുമായിട്ട് പറഞ്ഞ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് ഞങ്ങൾ തങ്ങളെത്താൻ വാദമായി. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. ഞങ്ങൾ തങ്ങളെത്താൻ വാദമായി. ഇല്ല അങ്ങനെ ഒരു കാരണവശാലും നിന്നെ ചെയ്യത്തില്ല, ഉറക്കത്തിലാണ് നടന്നു പോയ വഴിക്ക് വീണ കാലോ ചിലപ്പോ അവരെന്ത് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം നമ്മൾ ഒരാളോട് പരാതിപ്പെടുമ്പോ അതിന്റെ ഒരു ഫലേച്ഛ ഉണ്ടല്ലോ, അവസാനം ഇന്നത് വേണം, അതിനുവേണ്ടി ആയിരിക്കുമല്ലോ പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് കിട്ടണം? ഇങ്ങനെ ഒരുത്തനാ, ഞാനൊരു പെങ്ങളാ, എന്നേതാ ഇങ്ങനെ വൃത്തികേട് കാണിച്ചേച്ച് പോയ ഒരുത്തനാ, അതുകൊണ്ട് നീ ഉപേക്ഷിക്കുന്നു വിചാരിച്ചിട്ടാണോ? എനിക്കറിയത്തില്ല മേഡം. ഞാൻ ചെയ്തതും അന്ന് നടന്ന സംഭവം ഇത്രയാ. അതിന്റെ വരും വരാഴികളൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിനകത്ത് അദ്ദേഹം പെങ്ങളുമായിട്ട് സംസാരിച്ചത് ക്ലാരിഫൈ ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നി? ആരുടെ ഭാഗത്തായിരിക്കും ശരിയെന്നാ തോന്നിയേ? ഒന്നും എനിക്ക് തോന്നിയില്ല. രണ്ടുപേരും ഇവളൊരു എഴുത്തെഴുതി, അല്ല അങ്ങനെ കേൾക്ക്, ഇവളൊരു എഴുത്തെഴുതി അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ട്. എന്നിട്ട് എഴുത്തെഴുതി പുള്ളിയുടെ കയ്യിൽ ഒട്ടിച്ച് കൊടുത്തു വിടുന്നത്. അതിനകത്ത് വല്ലതും എഴുതിയിട്ടുണ്ടോന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ചെന്ന് തുറന്ന് വായിക്കുന്നുണ്ട്. പൊട്ടിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് ലെറ്ററിനകത്ത് ഈ വിവരമൊന്നും അവളെ എഴുതിയിട്ടില്ല, എഴുതാതിരുന്നു. എന്നിട്ട് പിന്നെ പൊട്ടിച്ച് അവിടെ വെച്ചു. ഇങ്ങനെ ഒരു കരച്ചിലും ബഹളവും എല്ലാം കൂടെ നടത്തി. എനിക്ക് അത്രയും ദിവസം ഒന്ന് എങ്ങനെ കാര്യം ഈ പുള്ളി ഈ ലീലയെന്ന് പറയുന്ന പെങ്ങള് അവിടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ ചോദിക്കും? അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ 3 മുറി, വാതിലില്ല, ഒന്നുമില്ല. അവിടെ ഉള്ളപ്പോ ഈ ഒറ്റയ്ക്ക് പുറത്തോട്ട് പോകാനുള്ള സമയമില്ല എനിക്ക്. തയ്യലിന്റെ ജോലി, ഇവരുടെ അവരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് സത്യമായിരിക്കും തോന്നിയിട്ടില്ല. വേറെ ഒരു രീതിയിലും എനിക്ക് വേറെ ഒരു രീതിയിലും തോന്നിയിട്ടില്ല. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്കില്ല തലവേദന വന്നപ്പോൾ ഞാൻ ഭയങ്കര തലവേദന, എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ. അപ്പം ഞാൻ എൻ്റെ അച്ഛനൊരു എഴുതി എനിക്ക് തലവേദന സഹിക്കാൻ വയ്യ, എനിക്ക് നാട്ടിൽ ആരെങ്കിലും കാണണം, ആരെങ്കിലും ഒന്ന് വരണം, അല്ലെങ്കിൽ എന്നെ നാട്ടിലൊന്ന് കൊണ്ടുപോകണം, എനിക്ക് ഉറക്കവേ കിട്ടുന്നില്ല. പാതിരാത്രിക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് കതവ് തുറന്ന് പുറത്ത് വന്നിരിക്കും. അകത്ത് കിടക്കുമ്പോൾ ഒരുമാതിരി ശ്വാസം മുട്ടുന്ന കണക്കാവും, അങ്ങനെ ആവും. അതല്ല ഇവർ നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അല്ലാതെ വേറെ ഒരു പേരും ഞാൻ നാട്ടിൽ എഴുതിയില്ല. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മൂത്ത ആങ്ങളെയും ഭാര്യയും കൂടെ പറഞ്ഞു വിട്ടു. അവിടെ
പറഞ്ഞു വിട്ടിട്ട് അവർ വന്ന് എന്താ ചെയ്തതെന്നറിയാമോ? ഞാൻ എൻ്റെ ദുഃഖം എൻ്റെ വീട്ടിലല്ലേ അറിയുന്നത്, എനിക്ക് വയ്യായ്മ കാര്യം ഞാൻ എൻ്റെ വീട്ടിലറിഞ്ഞു. അവരിങ്ങോട്ട് വന്ന് കയറിയിട്ട് ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചേ, എല്ലാവരെയും വിളിച്ചു. ഇവളപ്പുറത്ത് പല തേച്ചുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാവരെയും വിളിച്ചിട്ട് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയല്ലേ എന്നെ ബേബി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, ബേബി എഴുതിയല്ല, എന്തോ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്തോ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കപ്പുറത്ത് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. വന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് സാവധാനമല്ലേ ചോദിക്കുന്നത്, അത് ചോദിച്ചില്ല. അപ്പം കാണാം ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് പറഞ്ഞേ, അത് ഇവർ രണ്ടുപേരുടെ എപ്പോഴും വഴക്കാം, എന്നെങ്കിൽ ഇത് നടക്കുന്നത് ഞങ്ങളെത്താൻ ഒരു വഴക്കും ചെയ്ത് ഇട്ടിട്ടില്ല. മിണ്ടാതിരിക്കുക, എന്തെങ്കിലും ഞങ്ങൾ സംസാരിക്കുക ഇതേപോലെ ഞാനും എൻ്റെ ഭർത്താവായിട്ട് സംസാരിക്കുമ്പോൾ ഇവള് മിണ്ടത്തില്ല, പുറത്തോട്ട് വരത്തില്ല, ആഹാരം കഴിക്കത്തില്ല, അതിനകത്ത് കയറി കിടക്കുക, ഇതേ ഉള്ളൂ. അല്ലാതെ തങ്ങളെത്താൻ ഒരു വഴക്കായിട്ട് ഇട്ടിട്ടേ ഇല്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഒരു ഓർക്കാപ്പുറത്ത് ഒരു മാതിരി വല്ലാതെ ഇതായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ദൂരം, അന്ന് ഞങ്ങൾ വേറൊരിടത്തോട്ട് ചോദിച്ചിട്ട് ഈ അംബിക ഈ ഭർത്താവുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവരെ പരാമർശിക്കുകയും ഇവരുടെ കുറ്റങ്ങളും കുറവുകളും അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണോ അവർ മിണ്ടാതെ പോയി കിടക്കുന്നത്? അവരത് സംശയിച്ചിട്ടുണ്ട്. കാര്യമാണ് സംശയം അവരെടുത്ത് പറഞ്ഞു. ഞാൻ അത് പറയും, രാവിലെ എഴുന്നേറ്റ് ചായ അവൾ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കണം. എന്തെങ്കിലും കഴിച്ചോ, ചേട്ടൻ ജോലിക്ക് പോയിട്ട് വന്നാൽ എൻ്റെ അടുത്ത് ഇവിടെ ലീല വല്ലതും കഴിച്ചോ, ഞാൻ ചായ എല്ലാം ചെയ്തു വെച്ച് അവൾ എണീറ്റ് വരുന്നേ ഇല്ലെന്ന് പറയും. ഉടനെ ഓടി വന്ന് ഒരു ഗ്ലാസ്സിനകത്ത് വെച്ച് ബെഡ്റൂമിനകത്ത് ആറ്റി തണുപ്പിച്ച് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കും, പെങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അല്ലാതെ ഒരു ദിവസം പോലും ഞങ്ങൾ തങ്ങളത്തെ സംസാരിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എൻ്റെ അച്ഛന് ഒരു എഴുത്തെഴുതി, എൻ്റെ കുടുംബ വസ്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എനിക്കും എൻ്റെ ചേച്ചി കൂടെ കൊടുക്കുന്ന കാര്യത്തിൽ അതിലെന്തോ ഒരു മാറ്റം വരുത്തി അച്ഛൻ ഫാക്ടറിയിലെ അഡ്രസ്സിലാണ് എഴുത്തെഴുതുന്നത്. ആ എഴുത്ത് രാത്രി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കാണിച്ച്. അപ്പോൾ ആ എഴുത്ത് കണ്ടപ്പോൾ എനിക്കങ്ങ് വല്ലാത്തൊരു വിഷമം തോന്നി. അച്ഛനും ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഓർത്ത് ഞാൻ കരയും പറയും ചെയ്ത്. എൻ്റെ വീട്ടിലത്തെ കാര്യം അച്ഛനും ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഓർത്ത് ഞാൻ കരയും പറയും ചെയ്ത്. എൻ്റെ വീട്ടിലത്തെ കാര്യം അത് അന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് വീടെല്ലാം ക്ലീനാക്കി ആഹാരം എല്ലാം കഴിച്ച് സന്തോഷമായിട്ട് അവൾ പോയി കിടന്നത്. സെക്കൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞ് 11 മണിക്ക് വന്നപ്പോഴാണ് ഈ ലെറ്റർ എന്നെ കാണിക്കുന്നത്. ഞാൻ ലെറ്റർ വായിച്ചിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത്. ഇത് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് അവൾ വരുത്തുമില്ല, എഴുന്നേറ്റ് വന്നിട്ടില്ല, ആഹാരം കഴിക്കത്തില്ല, വെള്ളം ഞാൻ ചായ എടുത്ത് അടുത്ത് കൊണ്ടുവന്നു. പിള്ളേർക്ക് രണ്ടുപേർക്ക് 8 മണിക്ക് ആട്ടോ വരും സ്കൂളിൽ പോകാനായിട്ട്. അടുത്ത് ചായ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ചായ പോലും കുടിച്ചില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്നിട്ട് പിള്ളേരെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറഞ്ഞേ, ചേട്ടാ അവളെന്തോ മിണ്ടുന്നില്ല, ഇന്നലെ നമ്മൾ തങ്ങളെ സംസാരിച്ചത് എന്തോ അവക്കുള്ള കാര്യം പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ച് ചോദ്യം, ദിവസവും ഇത് തന്നെ കാര്യം, ഇപ്പോൾ ഇവള് വന്നതെന്ന് ചൊല്ലി നമുക്ക് സംസാരിക്കണ്ടായോ, അതുകൊണ്ട് ഒന്ന് വിളിച്ചിട്ട് അവളുടെ അടുത്ത് കാര്യം പറയുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, എന്ന് ഇത് തന്നെ കണ്ട് മതിയായി, ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ഒന്നും ഇനി സംസാരിക്കാൻ പോണ്ട, അവിടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തേക്കട്ടെ, ഇയാൾ വല്ലതും വെച്ചിട്ട് അവൾക്ക് വേണമെങ്കിൽ എടുത്ത് തിന്നിട്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടാനും പോയില്ല. എനിക്കും മതിയെ, എനിക്കും പിടിപ്പൊരു ജോലിയുണ്ട്. അങ്ങനെ 3 ദിവസം വരെ അവളൊന്നും കഴിച്ചില്ല. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചിൻ്റെ അടുത്ത് പറയുന്നു, അവിടെ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിൻ്റെ അമ്മ എന്താ എണീറ്റ് വരാത്ത, എന്താ ഞാൻ വല്ലതും പറഞ്ഞതായിട്ട് അവൾക്ക് തോന്നിയോ, എന്തെങ്കിലും വഴക്കുണ്ടോ, അല്ലെ എന്തെങ്കിലും കാര്യമുണ്ടോ, എന്താ മോളെ ചായ കൊണ്ട് വെച്ച് കൊടുത്താൽ അത് കുടിക്കത്തില്ല, കൊച്ചിനെ കൊണ്ട് എടുത്ത് കളയിപ്പിക്കും, അത് കൊള്ളത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്. എന്താ മോളെ മോളെ അമ്മയെ മോളെ വല്ലതും കഴിയുമോളെ എന്നറിയും. 3-ാമത്തെ ദിവസം ആയപ്പോൾ കാണാൻ വിറച്ച് കൈയെല്ലാം കോച്ചി പിടിച്ച് ഭയങ്കരമായിട്ട് കൊച്ചു കിടന്ന് നിലവിളിച്ച്. അപ്പം ഞാൻ ഇവരുടെ അച്ഛനുണ്ടായിരുന്നു, വിളിപ്പിച്ച് ഞാൻ ചോദിച്ചതോ ഇല്ല, അവൾ കിടന്ന് ബഹളം വെക്കുന്നു, ഒന്ന് ചെന്ന് നോക്ക്, എന്തുവന്ന് ചോദ്യരെന്ന് പറഞ്ഞു. അങ്ങനെ ഓടി വന്ന് ചെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്തുവാടേ നമ്മൾ തങ്ങളെത്താൻ രണ്ടുപേരും കൂടെ ഒന്നിച്ചല്ലേ ചോറും കറിയും വെച്ച് എല്ലാം ക്ലീൻ ആക്കിയിട്ട്, പിന്നെ ഇയാൾ രാത്രി ഇരിക്കുമ്പം എന്നെക്കുറിച്ചെല്ലാം എന്തെല്ലാം അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം.